ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സുന്ദരമായ കാൽപാദങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പൊ ഈ വീഡിയോ കാണാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഒരു നോട്ട്ബുക്കും ഒരു പെന്നും എടുത്ത് കൈ കരുതിയിരിക്കണം. ഞാൻ കുറച്ച് ആയുർവേദ മരുന്നുകളുടെ പേര് പറയുന്നുണ്ട്, തൈലങ്ങളുടെ. അപ്പൊ ചിലതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, പക്ഷെ ചിലത് നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത പേരുകൾ കാണും. അപ്പൊ ഞാൻ എഴുതി കാണിക്കുമെങ്കിൽ കൂടി ഒന്ന് എഴുതിയെടുത്താൽ നിങ്ങൾക്കത് വാങ്ങാൻ പോകുമ്പോൾ കുറച്ചുകൂടെ കിട്ടും, യൂസ്ഫുൾ ആവും. അപ്പോ ശരി, നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കാലുകൾ നന്നായി എല്ലാ ദിവസവും കഴുകി വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് കാലുകൾ സുന്ദരമായിട്ടിരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാലുകൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കാലുകളിൽ ഒരുപാട് ഡെഡ് സ്കിൻസും ഡെഡ് സെൽസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു പ്യൂബിക് സ്റ്റോൺ വാങ്ങിയിട്ട് നമ്മൾ കാലുകൾ ജെന്റിലായിട്ട് എല്ലാ ദിവസവും റബ്ബ് ചെയ്ത് ആ ഒരു ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് കഴുകി തുടച്ച് വൃത്തിയായിട്ട് വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലർക്ക് അതിൽ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ചിലരുടെ കാലുകൾ ഓൾറെഡി നല്ല ഡ്രൈ സ്കിന്നുള്ളവരായിരിക്കും, നല്ല സ്ട്രോബെറി ലെഗ്സ് എന്നൊക്കെ പറയുന്നവരായിരിക്കും, നിറയെ ചുടുകളും എപ്പോഴും ഇങ്ങനെ വെളുത്ത് പൊരുക്കം പിടിച്ച പോലുള്ള ഒരു സ്കിന്നുകളും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാലുകൾ ഉള്ളവർക്കാണെങ്കിൽ വാർദ്ധക്യം നേരത്തെ വന്നുള്ള നല്ല പ്രായമായവരുടെ പോലത്തെ ചുക്കിച്ചുളിഞ്ഞ കാലുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ കാലുകൾ വൃത്തിയാക്കി എല്ലാ ദിവസവും വെക്കുക. കുളിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 2-3 മിനിറ്റ് ഏതെങ്കിലും ഒരു തൈലം, ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു തൈലം, ഒന്നാമത്തത് പിണ്ടതൈലം എന്ന് പറയും. പിണ്ടതൈലം എടുക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാലിൽ നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക, 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കുളിക്കാൻ പോവുക. എന്നിട്ട് പറഞ്ഞതുപോലെ നന്നായിട്ട് റബ്ബ് ചെയ്ത് ജെന്റിലായിട്ട് വാഷ് ചെയ്ത് കളയുക. രണ്ടാമത്തത്, ഈ സ്കിന്നിനകത്തെല്ലാം ഒരു പാടുകൾ ഉണ്ടാവും. ഈ പണ്ട് ഈ ചൊറി ചിരങ്ങൊക്കെ വരുന്നത് പോലെ ഡാർക്ക്, അതായത് ഇൻസെക്ട് ബൈറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചില പാടുകൾ ഉണ്ടാവും. ചിലരുടെ കാല് നിറയെ കറുത്ത പാടുകളും കറുത്ത ഒരു ഷെയ്ഡുള്ള കാലുകളും ഒക്കെ ആയിരിക്കും. പൊതുവെ നമ്മുടെ ബാക്കി സ്കിന്നിലൊന്നും പ്രശ്നം കാണില്ല, പക്ഷെ കാലിന്റെ സ്കിന്നിൽ കുറച്ച് കറുത്ത് നമ്മൾ ടാൻ അടിച്ച പോലെയുള്ള കാലുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാലുകളുള്ളവരാണെങ്കിൽ ഏലാതി കേരമോ നാൽപ്പാമരാതി കേരമോ വെച്ച് ഇതുപോലെ എല്ലാ ദിവസവും ഒരു 1-2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ പോവുക. ഇനി കാലിനകത്ത് വെടിച്ചികറൽ അല്ലെങ്കിൽ വിണ്ടുകീറൽ എന്നുള്ള പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർ വാങ്ങേണ്ടത്, ഈ തൈലം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ അവർക്ക് എഫക്റ്റീവായിട്ടുള്ളത് രസോത്തമാദി ലേപം എന്ന് പറയുന്ന ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉള്ളൊരു മരുന്നാണ്. നമ്മളത് പുറമേ ജെന്റിലായിട്ട് എല്ലാ ഭാഗത്തും, ഈ വിണ്ടുകീറൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രാക്സ് വീണിട്ടുണ്ടാവും, അപ്പൊ അതിനുള്ളിലേക്കും കുറച്ച് നമ്മളൊരു ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊരു മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ടൊരു 5-8 മിനിറ്റ് അത് ലീവ് ഓൺ ചെയ്യുക. ലീവ് ഓൺ ചെയ്തിട്ട് കുളിക്കാൻ പോവുക. അപ്പം രസോത്തമാദി ലേപമാണ് കാല് വിണ്ട് കീറുന്നവർക്കുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി. ഈ കാല് വിണ്ട് കീറുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഭാഗവും ചിലപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. ആ ഒരു പ്രശ്നവും മാറും. ചിലർക്ക് ബാക്കി സ്കിൻ എല്ലാം സോഫ്റ്റ് ആയിരിക്കും, കാലിന്റെ ഉപ്പൂറ്റ് മാത്രമായിരിക്കും വിണ്ട് കീറുക. പക്ഷെ എന്നാൽ പോലും ഈ രസോത്തമാദി ലേപം അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഒരുപാട് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്, ഈ 3 കാറ്റഗറിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കുളിക്കാൻ പോയിട്ട് എല്ലാവരും രാവിലെ ആണല്ലോ കുളിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യമൊക്കെ നോക്കി ഡേ ടൈം എല്ലാം കഴിഞ്ഞു, നമ്മൾ രാത്രി വീട്ടിൽ വന്നു. ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഈ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ കാലുകൾ നന്നായി തേച്ചൊരിച്ച് കഴുകി വൃത്തിയാക്കുക. നന്നായിട്ട് തുണി കൊണ്ട് ഒപ്പിയെടുത്ത് ഉണക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഷിയാ ബട്ടർ വാങ്ങുക, പിന്നെ ഗ്ലിസറിനും വാങ്ങുക. ഇത് രണ്ടും കൂടെ കുറച്ച് കയ്യിലെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കാലിൽ മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു വൃത്തിയുള്ള, നോട്ട് ദി പോയിന്റ്, ഒരു വൃത്തിയുള്ള സോക്സ് കാലിലിട്ട് കിടന്നുറങ്ങുക. അപ്പൊ ഈ 3 സ്റ്റെപ്പ് സ്ഥിരമായിട്ട് ചെയ്താൽ ഏത് വൃത്തിയിട്ട കാലും നല്ല ഭംഗിയുള്ള കാലായി മാറും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും. എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്യൂട്ടിഫുൾ. ബൈ.